നന്മ 24 ചാനലിൽ എല്ലാവർക്കും IT നഗരമായ തൃക്കാക്കരയിൽ കടമ്പ്രയാർ മിനി ടൂറിസം പദ്ധതിക്ക് തുടക്കമായി. ഇതിന്റെ ഉദ്ഘാടനം എറണാകുളം MP IB നിർവഹിച്ചു. ഒരു രാജ്യത്തിന്റെ വികസനമെന്നാൽ പ്രാദേശികമായ അടിസ്ഥാനപരമായ വികസനം തന്നെയാണ് ഒരു രാജ്യത്തിന്റെ വികസനത്തിന്റെ മൂല്യം. തൃക്കാക്കരയെ സംബന്ധിച്ചിടത്തോളം അനുദിനം മാറ്റത്തിന് വിധേയമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ല, കുതിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് തൃക്കാക്കര. പ്രത്യേകിച്ച് കേരളത്തിന്റെ IT ഹബ്ബായ ഈ പ്രദേശം പ്രകൃതി വരദാനമായി നൽകിയിട്ടുണ്ട്. ഓരോ നാടിനും വരദാനമായി ലഭിച്ചിട്ടുണ്ട്. സ്രോതസ്സുകളെ നിലനിർത്തിക്കൊണ്ടും സംരക്ഷിച്ചുകൊണ്ടും പരിപാലിച്ചുകൊണ്ടും വേണം ഒരു നാടിന്റെ യഥാർത്ഥ വികസനം എന്നത്. ആ ഒരു രീതിയിലുള്ള സ്വപ്നമാണ് ഇന്ന് പൂവണ. തൃക്കാക്കര നഗരസഭയുടെ നേതൃത്വത്തിൽ കടമ്പ്രയാർ ഇടച്ചിറ തോട് നവീകരണവും സൗന്ദര്യവൽക്കരണവും നടത്തുന്ന പരിപാടിയുടെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമുക്കറിയാം, തൃക്കാക്കര നഗരസഭ അല്ലെങ്കിൽ ഈ നിയോജക മണ്ഡലം 140 കേരളത്തിലെ നിയോജക മണ്ഡലത്തിൽ ഒരു പഞ്ചായത്ത് ഇല്ലാത്ത ഏക നിയോജക മണ്ഡലം തൃക്കാക്കരയാണ്. അപ്പോൾ എത്രത്തോളം ഏർബൻ കമ്മ്യൂണിറ്റിയാണ്, പോപ്പുലേഷനാണ്, ജീവനും ജീവനോപാധിയും തേടി ഈ ഇൻഫോ പാർക്ക് പ്രദേശത്ത് 10,000-കണക്കിന് ആളുകളാണ് ഇവിടെ ജോലിക്കായി മറ്റ് ആവശ്യങ്ങൾക്കായി എത്തിച്ചേരുന്നത്. കൊച്ചി മെട്രോ റെയിൽ അതിൻ്റെ സെക്കൻഡ് ഫേസ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഇൻഫോ പാർക്കിലേക്ക് നീട്ടുകയാണ്. ഇതിനുശേഷം ഒരു ചെറിയ എക്സ്റ്റൻഷൻ കൂടി നടത്തിയാൽ ഭാവിയിലേക്ക് തൃപ്പൂണിത്തറയിലേക്ക് ഇവിടുന്ന് കേവലം 10 മിനിറ്റ് കൊണ്ട് എത്താൻ കഴിയുന്ന തരത്തിലാണ് മെട്രോയുടെ ഭാവിയിലേക്കുള്ള വികസനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു ആധുനിക നഗരത്തിലും ഓപ്പൺ സ്പേസസിൻ്റെ ക്രിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പെഡസ്ട്രിയൻ റൈറ്റ്സ് എന്ന് പറയുന്നത് ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. കാൽനട യാത്രക്കാരുടെ സ്വാതന്ത്ര്യം, അവർക്ക് ജീവിക്കുന്ന പ്രദേശത്ത് തുറസായ സ്ഥലങ്ങൾ സൃഷ്ടിക്കുക, അവിടെ വ്യായാമത്തിനും ഉല്ലാസത്തിനും കുടുംബസമേതം എത്തിച്ചേരുക, നല്ല ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇന്ന് ഈ നഗരം വളരുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ വളർച്ചയുടെ പ്രതിഫലനം നടക്കുന്നത് കാക്കനാടാണ്, ഇടച്ചിറയിലാണ്. മറൈൻ ഡ്രൈവ് ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ ഒരു ഐക്കണെങ്കിൽ നമ്മളവിടെ നിർമ്മിച്ച ക്യൂൻസ് വാക്ക്വേ മാതൃകയിൽ തന്നെ ഇപ്പോൾ 1 കോടി രൂപയാണ് നീക്കി വച്ചിട്ടുള്ളത്. കൊച്ചി മെട്രോ റെയിലിൻ്റെ സാമ്പത്തിക സഹായം നമ്മൾക്ക് കിട്ടും. MP ഫണ്ടും CSR ഫണ്ടും എല്ലാം ഉപയോഗിച്ച് ഇവിടെ ഓപ്പൺ ജിമ്മും അതുപോലെ അനുബന്ധ പ്രവർത്തനങ്ങളും ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ കായല് ഈ തോട് സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഇരുവശങ്ങളിലുമായി വളരെ മനോഹരമായ ഓപ്പൺ സ്പേസ് ക്രിയേഷനും വ്യായാമത്തിന് എത്തിച്ചേരുന്ന ആളുകൾക്ക് ഓപ്പൺ ജിമ്മിൻ്റെ ഉപയോഗിക്കാനുള്ള സൗകര്യവും ഒരു ആംഫി തിയേറ്ററും ടോയ്ലറ്റ് ഫെസിലിറ്റീസും അതുപോലെ MLA സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കൂടി സഹായത്തോടു കൂടി കനാലിൻ്റെ ആകെ ഉള്ള നവീകരണത്തിൻ്റെ ഭാഗമായി വെള്ളമടക്കം ശുദ്ധീകരിക്കുന്ന പദ്ധതിയുമെല്ലാം ഭാവിയിലേക്ക് നമ്മൾ ആലോചിക്കുകയാണ്. അപ്പോൾ ഒരു IT ഹബ്ബ് എന്നുള്ള രീതിയിൽ ഈ പ്രദേശത്തിൻ്റെ ഓവറോൾ ഡെവലപ്മെൻറ്റ് ഇവിടുത്തെ തദ്ദേശീയവാസികളായിട്ടുള്ള ആളുകൾക്കും അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല ഭക്ഷണം കഴിക്കാനും തുറസായ സ്ഥലത്ത് വ്യായാമം ചെയ്യാനും ഒത്തുകൂടാനും എല്ലാം ഉള്ള നല്ലൊരു ഓപ്പൺ സ്പേസായി ഇത് മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ കൊച്ചി മെട്രോ റെയിൽ ആദ്യം അതിൻ്റെ വികസനം ഇടച്ചിറയിൽ അവസാനിക്കുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഭാവിയിലേക്ക് തൃപ്പൂണിത്തറയിലേക്ക് വികസിപ്പിക്കണമെങ്കിൽ അത് ഇൻഫോ പാർക്കിൻ്റെ പ്രദേശത്തേക്ക് അവരുടെ IT സെഗ്മെൻറ്റിൻ്റെ ഏറ്റവും മുന്നിലേക്ക് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് വെച്ച ചില ഡിമാൻഡുകളിൽ ഒന്നുകൂടിയാണ് ഇവിടത്തെ സൗന്ദര്യവൽക്കരണത്തിന് KMRLന്റെ സാമ്പത്തിക സഹായം കൂടി. നമ്മുടെ ശ്രീ ലോക്നാഥ് ബെഹ്റ ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ എല്ലാ പിന്തുണയും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുള്ള വിവരവും കൂടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ അറിയിക്കുക. ഇവിടെ
കൊച്ചി മെട്രോ റെയിലിൻ്റെ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഉണ്ടാകും, നഗരസഭയുടെ ഉണ്ടാകും, MLAയുടെ ഉണ്ടാകും, MP യുടെ ഉണ്ടാകും. എല്ലാം കൂടി ചേർത്ത് CSR ഫണ്ട് അടക്കം നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ CEO കൂടി ഇവിടെ ഉണ്ട്. IT കമ്പനീസിൻ്റെ കൂടി ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഒരു വാക്ക്വേ ആയി മാറ്റാൻ നമുക്ക് സാധിക്കും. ഇൻഫോ പാർക്കിന്റെയും സ്മാർട്ട് സിറ്റിയുടെയും മുന്നിലൂടെ പോകുന്ന റോഡിന്റെ സൈഡുകൾ കെട്ടി സൗന്ദര്യവൽക്കരണവും ഇരിപ്പിടങ്ങളും നടപ്പാതകളും കഫറ്റേരിയയും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ മിനി ടൂറിസം പദ്ധതി. വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് തൃക്കാക്കരയുടെ ഓരോ വികസനവും ഓരോ നവീകരണവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നാൾക്ക് നാൾ ചെല്ലുമ്പോൾ തൃക്കാക്കരയെ സൗന്ദര്യവൽക്കരിക്കാനായിട്ട് വളരെ താല്പര്യത്തോടെ ഷാനാന്ത് കുറേ പ്രാവശ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു വാക്ക്വേയും അതുപോലെ തന്നെ അതിൻ്റെ കണക്റ്റഡ് കുറേ കാര്യങ്ങൾ, ചെറിയ ഓപ്പൺ ജിമ്മ്, F&B കൗണ്ടേഴ്സ്, അതുപോലെ മോഡുലാർ ടോയ്ലറ്റ് ഉൾപ്പെടെ ഈ വികസനം വളരെ നല്ല രീതിയിൽ ഈ തൃക്കാക്കരയുടെ കടമ്പ്രയാറിൻ്റെ ചുറ്റുപാടും ചെയ്യുമ്പോൾ ഒരു ചെറിയ സങ്കടം മാത്രം എനിക്ക് ബാക്കി നിൽക്കുന്നുണ്ട്. കടമ്പ്രയാറ് കൂടി ശുദ്ധീകരിക്കുമോ എന്നുള്ളത്. കടമ്പ്രയാറിനെ കൂടി സൗന്ദര്യവൽക്കരിക്കാൻ കഴിഞ്ഞാൽ ഈ ടൂറിസം കുറച്ചുകൂടി നല്ലതാവും. ടൂറിസത്തിൻ്റെ ഭാഗമായി നമ്മളിന്ന് തുടങ്ങിയിരിക്കുന്ന ഈ തുടക്കം, ഇതാ കിടക്കുന്ന വെള്ളത്തിനെയും കൂടി നമ്മൾ പരിഗണിക്കണം. ഈ പദ്ധതിയിൽ, ഈ ഫസ്റ്റ് പ്ലാനിൽ നമ്മൾക്കത് വന്നിട്ടില്ല എങ്കിലും ഷാനാന്ത് മുൻകൈയെടുത്ത് തീർച്ചയായിട്ടും അത്തരം ഒരു വിഷയത്തിൽ കൂടി കൈകടത്തണം. അതുകൂടി സൗന്ദര്യവൽക്കരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണം. തൃക്കാക്കര എന്ന് പറയുമ്പോൾ തൃക്കാക്കരപ്പൻ ഏക ക്ഷേത്രം നമ്മുടെ തൃക്കാക്കരപ്പൻ്റെ ഉള്ള ഒരേ ഒരു സ്ഥലമാണ് തൃക്കാക്കര. നാനാജാതി മതസ്ഥരും ഒന്നിച്ചു കൂടുകയും ഏകോദര സഹോദരങ്ങളെപ്പോലെ പെരുമാറുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ തൃക്കാക്കര. തൃക്കാക്കരയുടെ മുഖച്ഛായ തന്നെ മാറിയത് നമുക്കറിയാം. ഈ വ്യവസായ സ്ഥാപനങ്ങൾ തൃക്കാക്കരയിൽ വന്നതിന് ശേഷമാണ്. ഒരു കാർഷിക മേഖലയായിരുന്നു നമ്മുടെ തൃക്കാക്കര. എല്ലാവരും കൃഷി ചെയ്ത് ജീവിച്ചു പോകുന്ന ഒരു സ്ഥലം. ഇന്ന് അതെല്ലാം മാറി ഇന്ന് എല്ലാ ആളുകളും IT മേഖലയായ തൃക്കാക്കരയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ തൃക്കാക്കരയിൽ അന്ന് സ്ഥിരതാമസക്കാരുള്ളൂ എങ്കിൽ പോലും ഇന്ന് തൃക്കാക്കരയിലുള്ള താമസക്കാരെക്കാൾ കൂടുതൽ തൃക്കാക്കരയിൽ വന്നു പോകുന്നവരും ഇവിടെ ജോലി തേടി വരുന്നവരും ഇവിടെ ഫ്ലാറ്റിലും വില്ലകളിലും താമസിക്കുന്ന ആളുകളുമുണ്ട്. നമ്മുടെ തൃക്കാക്കരയുടെ വികസനമാണ് ഇവരുടെ എല്ലാവരുടെയും ലക്ഷ്യം. ഇടച്ചിറ ബ്രിഡ്ജ് മുതൽ ബ്രഹ്മപുരം വരെ ഏകദേശം 1.5 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മിനി ടൂറിസം പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഒന്നാം ഘട്ടം ഇടച്ചിറ തോട് മുതൽ ഇൻഫോ പാർക്കിന്റെയും സ്മാർട്ട് സിറ്റിയുടെയും മുന്നിൽ വരെയാണ് ഒന്നാം ഘട്ട നിർമ്മാണ പ്രവൃത്തി. ഇതിനായി നഗരസഭയിൽ നിന്ന് 1 കോടി രൂപയും മറ്റു കമ്പനികളുടെ CSR ഫണ്ടും ഉപയോഗിച്ച ഉള്ള നിർമ്മാണ പ്രവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. ഞാൻ ഈ ഡിവിഷനിൽ നിന്നും വിജയിച്ച കാലം മുതൽ എൻ്റെ വലിയൊരു ആഗ്രഹമാണ് ഈ കടമ്പ്രയാർ ഇടച്ചിറ തോട്. വളരെ മലിനമായ രീതിയിലാണ് ഇവിടെ ഈ തോട് കിടക്കുന്നത്. ഈ തോടിലെ മാലിന്യങ്ങളും മറ്റും മാറ്റി ഈ സൈഡിൽ വാക്ക്വേ സംവിധാനത്തോടുകൂടി സൈഡെല്ലാം കെട്ടി വളരെ ഭംഗിയാക്കി ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ആക്കണമെന്നുള്ള എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ്. അത് തൃക്കാക്കര നഗരസഭയിലെ ഭരണ അധികാരികളുടെയും അവിടുത്തെ കൗൺസിലർമാരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹമാണ്. അതിൻ്റെ ഭാഗമായി ബഹുമാനായ എറണാകുളത്തിൻ്റെ MP ശ്രീ IB ഈഡൻ ഇന്നലെ അതിനെ കല്ലിടുകയും ബഹുമാനിയായ തൃക്കാക്കരയുടെ MLA ശ്രീ ഉമാ തോമസ് അധ്യക്ഷനായും തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സണും മുൻ ചെയർപേഴ്സൺ ഇപ്പോഴത്തെ നഗരസഭാ ചെയർപേഴ്സൺ ശ്രീ രാധാമണി പിള്ളയും മുൻ ചെയർപേഴ്സൺ ശ്രീ അജിത തങ്കപ്പനും വൈസ് ചെയർമാനും മറ്റു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും അതുപോലെ തന്നെ കൗൺസിലർമാരും മറ്റു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും പങ്കെടുത്ത ഗംഭീരമായ ഒരു പരിപാടിയായിരുന്നു ഇന്നലെ ഇവിടെ നടന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ നാട്ടിലുള്ള ആളുകൾക്കും അതുപോലെ പുറമേ നിന്ന് വരുന്ന
പതിനായിരക്കണക്കിന് ആളുകൾ പുറമേ നിന്നും സ്ഥിരം ജോലിക്ക് വരുന്ന ഒരു സ്ഥലമാണ് ഇവിടെ അവർക്കൊന്നും ഒന്ന് ഇരിക്കാനോ അതുപോലെ ഒന്ന് നടന്ന് പോകാനോ ഉള്ള സൗകര്യങ്ങളുള്ളൊരു കണ്ടീഷനല്ല ഇന്നിവിടെ ഉള്ളത്. അതിനെല്ലാം മാറ്റം വരുത്തിക്കൊണ്ട് ഇവിടെ നല്ല രീതിയിലൊരു ബ്യൂട്ടിഫിക്കേഷൻ സംവിധാനം ഒരുക്കി ഒന്നാം ഘട്ടം എടച്ചിറപ്പാലം മുതൽ 750 മീറ്റർ ഇൻഫോ പാർക്കിന്റെ മെയിൻ ഗേറ്റിന്റെ മുൻവശമാണ് വരെയാണ് ആദ്യ സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിന് ഇന്നലെ ഇതിലെ സന്നിധരായ ബഹുമാനായ ഇൻഫോ പാർക്ക് CEO സുശാന്ത് സാർ അവരുടെ ഭാഗത്തു നിന്നും ഇൻഫോ പാർക്ക് കമ്പനികളുടെ ഭാഗത്തു നിന്നും വേണ്ട സഹായങ്ങൾ ചെയ്യാമെന്നും ഏറ്റിട്ടുണ്ട്. അതുപോലെ തന്നെ ബഹുമാനായ നമ്മുടെ മെട്രോയുടെ MD ശ്രീ ബെഹ്റ സാർ, അദ്ദേഹം ഇന്നലെ അത്യാവശ്യമായ ഒരു മീറ്റിംഗിൽ ഡൽഹിയിൽ പങ്കെടുക്കാൻ പോയതുകൊണ്ട് അദ്ദേഹത്തിന് പകരം ഡോക്ടർ റാം നവാസ് എന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇന്നലെ ഇവിടെ വന്ന് ബെഹ്റ സാറിന് പകരം സംസാരിച്ചത്. ബെഹ്റ സാറും മെട്രോന്റെ ഭാഗത്ത് നിന്നും ഇതിന്റെ കടമ്പ്രയാറിന്റെ ബ്യൂട്ടിഫിക്കേഷനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യുന്നത് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ള ഒരു അറിയിപ്പും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ടാം ഘട്ടം ഇൻഫോ പാർക്കിന്റെ അവിടെ നിന്നും കടമ്പ്രയാർ വരെയാണ് പെഡൽ ബോട്ട് സംവിധാനങ്ങളും ഒട്ടവഞ്ചിയും മറ്റ് സൈഡില് ഷോപ്പുകളും, അതായത് ജനങ്ങൾക്ക് പുറമെ എന്ന് പറയുന്നവർക്ക് ചായ, ജ്യൂസ് ഇങ്ങനെയുള്ള ഭക്ഷണ പാനീയങ്ങളും എല്ലാം കിട്ടുന്ന ഒരു ഏരിയ ആക്കി മാറ്റാനാണ് ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ ഇതിൽ ജയിച്ചു വന്ന അന്ന് തുടങ്ങിയുള്ള ഒരു സ്വപ്നമാണ് ഈ കടമ്പ്രയാർ നല്ല രീതിയിൽ നവീകരിക്കണം എന്നുള്ളത്. അതിൻ്റെ ആഗ്രഹത്തിന് തുടക്കമായി ഇന്നലെ ഇവിടെ കല്ലിടുകയുണ്ടായി. അതിന് നേതൃത്വം കൊടുത്ത നിലവിലെ ചെയർപേഴ്സണും അതുപോലെ മുൻകാല ചെയർപേഴ്സണും അതിൽ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മറ്റു കൗൺസിലർമാർക്കും എല്ലാം പ്രത്യേകം ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട്. ഇനിയും അവരെന്നോടൊപ്പം ഉണ്ടാകും. ഈ പ്രവർത്തനം വളരെ ഭംഗിയായ രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ള ഞങ്ങളുടെ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു തീരുമാനമാണ്. ഇത് വളരെ ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകും. ഈ നാട്ടിലെയും പുറമെ നിന്ന് വരുന്ന എല്ലാവരുടെയും എല്ലാവിധ സഹായവും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ടും ഇവിടെ പ്രവർത്തിക്കുന്ന ഇൻഫോ പാർക്ക് IT മേഖലകളിലുള്ള മുഴുവൻ കമ്പനികളുടെയും എല്ലാവിധ സഹായവും ഉണ്ടാകും എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ഈ ബ്യൂട്ടിഫിക്കേഷൻ പരിപാടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഇതിൽ ഉൾപ്പെടുകയും അവരെല്ലാവരും എല്ലാവിധ പിന്തുണയും നൽകാമെന്നുള്ള ഉറപ്പിലാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പത്രമാധ്യമ സുഹൃത്തുക്കൾ ഇതിൻ്റെ കടമ്പ്രയാറിൻ്റെ ഇങ്ങനൊരു പരിപാടിയുമായി മുന്നോട്ട് വന്ന അന്നു മുതൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലും അതുപോലെ മീഡിയ അതുപോലെ പലവരും ഇതിനെപ്പറ്റി നമുക്ക് നല്ല പ്രമോഷൻ നൽകുകയും ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇന്നലെയാണെങ്കിലും എല്ലാ പത്രമാധ്യമ സുഹൃത്തുക്കളും ഇവിടെ സന്നിധരായിരുന്നു. എൻ്റെ വാർഡിലുള്ള ഈ എടച്ചിറ 9ാം ഡിവിഷനിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട വാർഡ് അംഗങ്ങൾ പരമാവധി ഇതിൽ എല്ലാവരും എത്തിച്ചേരുകയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുള്ളതാണ്.